പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പ്രകാരം ന്യൂനപക്ഷ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യമൊട്ടാകെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 49,10,000 രൂപ മുടക്കി കേന്ദ്ര സർക്കാർ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 6 ക്ലാസ് മുറികളുടെ ഉദ്ഘാടന നോട്ടീസിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലവും പ്രധാനമന്ത്രിയുടെ ചിത്രവും വയ്ക്കാത്ത നിഷേധാത്മക സമീപനങ്ങൾക്കെതിരെ ഉളിക്കൽ ടൗണിൽ BJP ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി നോട്ടീസ് കത്തിച്ച് പ്രതിഷേധിച്ചു. നോട്ടീസ് തിരുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൻ KR, ജനറൽ സെക്രട്ടറി സുജിത് കൃഷ്ണാടിയിൽ, നേതാക്കളായ സുരേഷ് ബാബു MN, ബാബു ചോടോൻ, വിനോദ് KN, നാരായണൻ കോയാടൻ, വിജയൻ വൈത്തൂർ, മനോജ് കുമാർ ഉളിക്കൽ, രാജു MK, അഭിജിത്ത് പരിക്കളം, ശ്രീനിവാസൻ മുല്ലപ്പള്ളി, സനീഷ് കൃഷ്ണൻ, വിജു മുണ്ടാനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂനപക്ഷ കേന്ദ്രീകൃത സ്ഥലങ്ങളിൽ സ്വാഭാവിക വികസനത്തിന്റെ കുറവുള്ള ഭാഗങ്ങളിലെ വികസന മുരടിപ്പ് മാറ്റിയെടുക്കുവാൻ വേണ്ടി മാനനീയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം. ആ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമത്തിന്റെ ഭാഗമായി ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ വളരെ അധികം പഠിക്കുന്ന വിദ്യാലയമായ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 49,10,000 രൂപ മുടക്കി നിർമ്മിച്ച 6 ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നാളെ കേരള വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുവാൻ പോവുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. രാജ്യത്ത് സമാനതകളില്ലാത്ത സത്വരമായ വികസനം നടപ്പിലാക്കുന്ന ഈ സമയത്ത് നമ്മുടെ കൊച്ചു ഗ്രാമമായ ഉളിക്കലിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഫണ്ട് ലഭ്യമാക്കിയത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. ആ കാര്യത്തിൽ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഈ നാട്ടിലെ ജനത ഒന്നടങ്കം കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അധികാരികൾ ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ, അതിന്റെ വാർത്താക്കുറിപ്പിലൊക്കെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും അവഗണിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കാതെ, കേന്ദ്ര ഗവൺമെന്റ് എംബ്ലം വെക്കാതെ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഗവൺമെന്റിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർവഹണം ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെയും MLAയും ഒക്കെ വിളിക്കുമ്പോൾ തങ്ങൾക്ക് ഇതിലൊന്നും അറിവില്ല, ഇത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് പരിപാടി നടക്കുന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. ഇത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് ഉളിക്കൽ ടൗണിൽ അതിന്റെ നോട്ടീസ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് സത്വരമായ വികസനം നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ, കേന്ദ്ര സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുവാൻ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും അതിന്റെ കൂട്ടാളികളും തയ്യാറാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഈ രാജ്യത്ത് സമഗ്രമായ വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞുകൊണ്ട് ആ ഗവൺമെന്റിനെ അതിനെ നയിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ പേക്കൂത്ത് കൂട്ടത്തിന്റെ ഇത്തരം നടപടി എന്ന് നമ്മൾ ആരോപിക്കുകയാണ്. ഇതിനൊന്നും വശപ്പെടുന്നവരല്ല കേരളത്തിലെ ജനത. ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച ആശങ്കയില്ല. ജനങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന സകല വികസന പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. അതിന് ഗുണഫലങ്ങൾ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആശങ്കയില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ നടക്കുന്ന വികലമായ ഉദ്ഘാടന പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും രാജ്യത്തെ ഗവൺമെന്റിന്റെ എംബ്ലവും ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തും എന്ന് വീണ്ടും ഈ അവസരത്തിൽ ഞങ്ങൾ ഊന്നി പറയുകയാണ്. ജയ് ഭാരത്, വന്ദേ മാതരം. 49 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് മേടിച്ചുകൊണ്ട് നാളെ ഇവിടെ ഉദ്ഘാടനം. നമ്മുടെയൊക്കെ പൂർവ്വ സ്കൂളാണ്, നമ്മൾ പഠിച്ച സ്കൂളാണ്. വികസനം നല്ല കാര്യമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ വികസന പ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായും ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആ നോട്ടീസിൽ ഉണ്ടായിരിക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉള്ള വസ്തുതയാണെന്നിരിക്കെ നേരെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ LDF UDF നേതാക്കന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരിപാടിയായിട്ടാണ് നാളെ നടത്തപ്പെടുന്നത്. ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ മുഴുവൻ വിളിച്ചു. പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ പറഞ്ഞത് അത് MLAയുടെ അറിവോടാണ്, MLAയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. MLAയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും ഇതെൻ്റെ കൺട്രോളിലുള്ളതല്ല, അത് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്കിൻ്റെ അധികാരികളെ ബന്ധപ്പെട്ടപ്പോൾ അവരും കൈമറത്തുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനാണ് ഇതിന് ഉത്തരവാദിത്തം പറഞ്ഞത്. ഇത് ഞങ്ങൾ ആരോടാണ് അന്വേഷിക്കേണ്ടത്? അത് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമുള്ള വസ്തുതയാണോ? ഇതൊക്കെ നേരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈസ്റ്റർ ദിവസം ഞങ്ങൾ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടന്നു പോകുന്നില്ല. നല്ലൊരു വിശുദ്ധ ദിവസമാണ്. നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരം അവിടെ സംഘടിപ്പിക്കും. ഇത് നാടിൻ്റെ ആവശ്യമാണ്, പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പ്രധാനമന്ത്രി
കിസാൻ സമ്മാൻ നിധി വരെ ഇവിടുത്തെ കൃഷിമന്ത്രി, ഇവിടുത്തെ LDF സർക്കാരും അവരുടേതാണെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ പോസ്റ്റർ വ്യാപകമായി അടിച്ചിറക്കിയ രംഗം നമ്മൾ കാണുന്നതാണ്. നാളെ ഇവർ പ്രധാനമന്ത്രി സടക്ക് യോജന, ആവാസ് യോജന തുടങ്ങിയ മുഴുവൻ കേന്ദ്ര പദ്ധതികളും ഇവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലം കളിക്കില്ല നമുക്കറിയില്ല. അതുകൊണ്ട് നാളെ നടക്കുന്ന ഈ പ്രേക്ഷക സമരത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം. സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. മൈ ഹോം, മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ്. ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ്, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.